2025 മലയാള സിനിമാ ലോകത്ത് നമ്മളെ വേദനിപ്പിച്ച പല നഷ്ടങ്ങളും സംഭവിച്ചു. സംവിധായകനായിരുന്ന ഷാഫി. കോമഡിയും കുടുംബ സൗഹൃദവും നിറഞ്ഞ സിനിമകൾ കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ സംവിധായകനായിരുന്നു ഷാഫി. 2025 ജനുവരിയിലുണ്ടായ സ്ട്രോക്കിനെ തുടർന്ന് വെറും 56 വയസ്സിൽ നമ്മെ വിട്ടുപോയി. മലയാള സിനിമയിലെ കോമഡി ചിത്രങ്ങൾക്ക് ഒരു പുതിയ നിറം നൽകിയ വ്യക്തിത്വമായിരുന്നു ഷാഫി. 2001 വൺ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്. കല്യാണരാമൻ, മായാവി, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, 2 കൺട്രീസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചിത്രങ്ങളിൽ ചിലത്. തമിഴിൽ മജ എന്ന ചിത്രവും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കലാഭവൻ നവാസ്. മിമിക്രി കലാരംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ കഴിവിട്ട നടനായിരുന്നു കലാഭവൻ നവാസ്. 2025 ആഗസ്റ്റിൽ ഒരു ഹോട്ടലിൽ വെച്ചുണ്ടായ ഹൃദയാഘാതം മൂലം വെറും 51 വയസ്സിൽ അന്തരിച്ചു. ചെറിയ കഥാപാത്രങ്ങളിലും വലിയ പ്രകടനമാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിൽ കുത്തിവെച്ചത്. മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിലാണ് നവാസ് ആദ്യമായി അഭിനയിച്ചത്. ഹിറ്റ്ലർ ബ്രോത്തേഴ്സ്, നിയ മാൻഡ്രേക്ക്, മട്ടുപ്പെട്ടി മച്ചാൻ, ചന്ദാ മാമ, തില്ലാന തില്ലാന തുടങ്ങിയ സിനിമകളിലെ വേഷങ്ങളിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ഗായകൻ കൂടിയായിരുന്നു. രവികുമാർ മേനോൻ. മലയാളത്തിലും തമിഴിലും സജീവമായിരുന്ന നടനായിരുന്നു രവികുമാർ മേനോൻ. 2025 ഏപ്രിലിൽ ക്യാൻസർ മൂലം 71 വയസ്സിൽ വിടവാങ്ങി. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ശുദ്ധ അഭിനയവും ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു. മലയാളത്തിലെ ഉല്ലാസയാത്ര, തമിഴിലെ അവറുകൾ തുടങ്ങിയ സിനിമകളിലൂടെയാണ് അദ്ദേഹം പ്രധാനമായും ശ്രദ്ധേയനായത്. കേരളത്തിലെ തൃശൂരിൽ ജനിച്ച അദ്ദേഹം സിനിമാ നിർമ്മാതാവ് KMK മേനോന്റെയും നടി ഭാരതി മേനോന്റെയും മകനായിരുന്നു. വിഷ്ണുപ്രസാദ്. ശക്തമായ നെഗറ്റീവ് റോളുകൾ അവതരിപ്പിച്ച് പ്രശസ്തനായ നടനായിരുന്നു വിഷ്ണുപ്രസാദ്. 2025 മെയ് മാസത്തിൽ കരൾ രോഗം മൂലം 49 വയസ്സിൽ വിടവാങ്ങി. വില്ലൻ കഥാപാത്രങ്ങൾക്കൊരു പുതിയ ഗൗരവം നൽകിയ നടനായിരുന്നു അദ്ദേഹം. കാൽനൂറ്റാണ്ടിലേറെയായി അഭിനയരംഗത്തുള്ള വിഷ്ണുപ്രസാദ് സീരിയലിലാണ് കൂടുതൽ വേഷങ്ങൾ ചെയ്തത്. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഷാനവാസ്. പ്രിയപ്പെട്ട നടൻ ഷാനവാസ് മലയാളി പ്രേക്ഷകർക്ക് ഏറെ അടുപ്പമുള്ള ഒരു മുഖമായിരുന്നു. പ്രേം നസീറിന്റെ മകനായ ഇദ്ദേഹം 2025 ആഗസ്റ്റിൽ 71 വയസ്സിൽ ദീർഘകാല രോഗബാധയെ തുടർന്നാണ് അന്തരിച്ചത്. സിനിമയും ടെലിവിഷനുമൊപ്പം നാടകവേദിയിലുമെല്ലാം അഭിനയ മികവിന്റെ മുദ്ര പതിപ്പിച്ച നടനായിരുന്നു അദ്ദേഹം. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത് പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം നടത്തിയ അദ്ദേഹം മനത്താലി, ഗാനം, ഹിമം തുടങ്ങി 50ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവനൊരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി പിതാവ് പ്രേം നസീറിനൊപ്പവും അഭിനയിച്ചു. ശ്രീനിവാസൻ. മലയാള സിനിമയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന നടനും തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീനിവാസൻ ഡിസംബർ 20 തൃപ്പൂണിത്തുറയിൽ വെച്ച് വിടവാങ്ങി. 225 സിനിമകളിലൂടെ ഹാസ്യവും സാമൂഹ്യ വിമർശനവും ഒരുപോലെ അവതരിപ്പിച്ച അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും എഴുത്തും എന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവനോട് തുടരും. ഈ കലാകാരന്മാർ ഓരോരുത്തരും മലയാള സിനിമയുടെ വളർച്ചയ്ക്കായി നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അവരുടെ സൃഷ്ടികളും കഥാപാത്രങ്ങളും എന്നും നമ്മോടൊപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കും. മലയാള സിനിമ വിടവാങ്ങിയ ഇവർക്ക് നമ്മുടെ അനുസ്മരണം, ആദരാഞ്ജലികൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ എന്നും ഈ ചാനലിൽ ഇടാറുണ്ട്. കണ്ട അഭിപ്രായവും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.